ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. വെറും രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും തന്നെ വേണമെന്നില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്ന, കോരി ഒഴിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 2 ക്യാരറ്റിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇതിനു വേണ്ടി പറയുന്നത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഒരുപാട് വലിപ്പത്തിലോ നല്ല ചെറുതായിട്ടോ അല്ല, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിതാ ഈ ഒരു 2 ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഓൾറെഡി ഈ ക്യാരറ്റ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കളറായി പോവും. അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാത്തത്. ഇനി നിർബന്ധമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മിക്സ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതും കൂടെ ഇതുപോലെ കൈകൊണ്ടൊന്ന് തുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. 1/2 കപ്പ് അളവിൽ നിറയെ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കോൺഫ്ലവറിൽ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതാദ്യം തന്നെ സ്പാച്ച് വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഈ ഒരു കോൺഫ്ലവറുമായിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമുക്കിനി ഇതിലേക്ക് എത്രയാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ മിക്സിയിൽ ക്യാരറ്റ് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം 1 സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇത് നമുക്ക് എണ്ണയിൽ കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുമായി പോവരുത്, എന്നാൽ നല്ല ലൂസും ആവരുത്. ഒരു മീഡിയം പരുവം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊരിഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കരുത്, അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആ ഒരു ഒറ്റയായിട്ട് കിടക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് കട്ടയായിട്ട് വരും. ഇപ്പം ഇത് അകവും പുറമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഇതുപോലെ കോരി മാറ്റാം. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് എണ്ണയും കുടിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതേപോലെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് കൊണ്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.